ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തത് ഇവക്കുട്ടീൻ്റെ ഒരു വെക്കേഷനുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. വെക്കേഷനൊക്കെ കഴിയാറായി. ഇനി സ്കൂൾ തുറക്കാൻ ഇനി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഇവക്കുട്ടിക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്യാനും പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബാഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇനിയും കുറച്ചുകൂടെ ലേറ്റായാൽ ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ട് ഇപ്പോഴേ ക്ലീനാക്കി വെക്കുന്നതാണേ. അപ്പോൾ അതൊക്കെ കൂടിയുള്ള ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എന്തിനാ ബാഗ് അതിലല്ല, വാഷിംഗ് മെഷീനിലാണ് ഇടുന്നത്. അല്ല, അതിലിട്ടാൽ മതി, ക്ലീൻ ആയിക്കോളും. അങ്ങനെ ഇട്ടാൽ മതി. ഇവക്കിട്ടീ എല്ലാവരും എടുത്തു വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ലാത്ത പേപ്പർ എടുക്കണ്ട. നിക്ക് അവിടെ. തുള്ളല്ലേ? തുള്ളുന്ന എന്തോന്ന് ഇഷ്ടന്ന്? തുള്ളണ്ട. ആ ഓക്കെ. ഒന്നുമില്ലാത്ത പേപ്പർ രണ്ടെണ്ണം മാത്രമേ തരുള്ളൂ. പിന്നെ ചോദിക്കാൻ പാടില്ല. ഓക്കെ കേട്ടോ? വെറുതെ വരച്ചിട്ട് കളയരുതേ. ടാ അതിലെല്ലാം എടുത്തു വെച്ചേ. അതിലെല്ലാം എടുത്തു വെച്ചേ. വേഗം ഇവിടെ ബുക്കെല്ലാം എടുത്തു വെക്കാം. എനിക്ക് നമുക്ക് ക്ലീൻ ആക്കാലോ. എന്ത് സർപ്രൈസാ? ക്യൂട്ട് ബോക്സ്. അതൊക്കെ കറുത്ത് എന്താക്കിനി? ഇതായിരിക്കാ. ഇത് കൊറേ പിക്ചർ ഉണ്ടല്ലോ ഇവ കിട്ടിയ ഇതുപോലെ. എന്താ ബുക്കാക്കിയതാ? സ്കൂളിൽ പോകുമ്പോ എഴുതി വെക്കാനാ? ഇതാ ഇവ കിട്ടിന്റെ കുഞ്ഞി പിക്ചറൊക്കെ വരച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്ത് പുറത്ത് വെക്ക്. നമുക്ക് ബാഗൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാലോ. ആ ബുക്കെല്ലാം എടുത്ത് ക്ലീൻ ആക്കി വെച്ചേ. ടിഷ്യൂ. ഇത് ഇവക്കിട്ട് ആക്കിയ കൈനൊക്കെ ഉണ്ടാക്കി കാണിച്ചതേ. ഇത് ആക്കി കാണിച്ചതന്നെ നമുക്ക് കൈനൊക്കെ. അതിൽ വെള്ളമൊക്കെ ആകും. അത് എടുക്കണ്ട കേട്ടാ. അത് മെഷീനിൽ ഇടാൻ പറ്റില്ല. അതോടെ വെക്ക്. വരൂലേ? കവറിലായോണ്ടാ? ആ ഓക്കെ. അത് തിരിച്ചിട്ടിട്ടാ മതിയേനു. കുഴപ്പമില്ല. എന്നാ അടച്ചേക്ക്. തുറക്കാൻ പറ്റുമോ? കുറച്ചെടുത്താ മതിയേ. റെഡി പറഞ്ഞേ. റെഡി. ഡ്രോയിങ്ങാ? തക്കായിട്ട് വരക്കാനാ? എന്താക്കിട്ട് വരക്കാനാന്ന്? അതെന്താ സംഭവം? തിക്ക്. ടക്കല്ല, തിക്ക്. എന്താ വരയ്ക്കുന്നേ? ഡ്രസ്സാ വരയ്ക്കാൻ അറിയാവോ കുട്ടിക്ക്? അത് നോക്കിട്ട് വരയ്ക്കുന്നയാ? കുഞ്ഞി വരച്ചു തരുന്നില്ല കേട്ടാ. ഇവക്കുട്ടി തന്നെ ഒറ്റയ്ക്ക് വരച്ചാൽ മതി. ഇവക്കുട്ടിയാന്ന് വരയ്ക്കേണ്ടത്, അമ്മയല്ലല്ലോ വരയ്ക്കണ്ടേ. മോളല്ലേ വരയ്ക്കേണ്ടത്. വേഗം പോയിട്ട് വരച്ചിട്ട് വന്ന്. അല്ല, ഇവക്കുട്ടി തന്നെയാ വരയ്ക്കേണ്ടത്. ഇവക്കുട്ടി തന്നെ ഒറ്റയ്ക്ക് വരക്കാണ്ടത്. നോക്കിയേ, നല്ല നീറ്റായിട്ട് വരച്ചേ. വരക്ക്. നല്ല മോളല്ലേ. പ്ലീസ് ചെയ്ത് കഴിഞ്ഞാ? ഇഷ്ടപ്പെട്ടില്ലേ? അമ്മക്ക് കൊടുക്കുവാ? ഇവക്കുട്ടിക്ക് കൊടുക്കുന്നില്ല? ഫ്രണ്ടിന് കൊടുക്കുന്നില്ല? അതെയാ? നേരെ പോയിട്ട് കിടക്കയിലേക്കാ പോകുന്നത്. ചെരുപ്പിടി. ഇങ്ങി വാ. മെക്കണല്ലടാ, മെക്ഡൊണാൾഡ്. ഹേഡേ ഫാം. Here. And on here
his and on his farm his farm he had a cow. Here. പാട്ട് പാടിത്തന്നെ നമുക്ക് പാട്ട് പാടിയേ. ഇതോ ആ ഇല്ല ഇപ്പുറത്തത് വേണ്ട, ഈ ഒരു 5 ലൈൻസ് മാത്രം പാടിത്തന്നെ. അത് അത്രയൊന്നും ഇല്ല, പാടേ. എഴുതി കഴിഞ്ഞോ? ഇത് കഴിഞ്ഞിട്ടില്ല? ആ വേഗം എഴുതണേ. എഴുതുന്നേ. ഏത്? ആപ്പിൾ, എഗ്, ചെറി. സ്പെല്ലിങ് പറഞ്ഞു തരണേ നമുക്ക് കേട്ടോ, പഠിച്ചിട്ട്. പറഞ്ഞിട്ടില്ലേ? പറഞ്ഞോണ്ട് എഴുതണേ. പറഞ്ഞിട്ടില്ലേ? ആ വേഗം പറഞ്ഞിട്ട് എഴുതിയിട്ട് സ്പെല്ലിങ്ങും കൂടെ പറഞ്ഞു തരണം കേട്ടോ. ദേവകുട്ടിന്റെ പല്ല് നല്ലോണം ആവുന്നുണ്ടടാ. സ്പീഡിൽ എന്ത് പല്ല? വൈകുന്നേരമായപ്പോൾ യുവകുട്ടീൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ കളിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. 2 മാസം ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് എല്ലാവർക്കും മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യുവകുട്ടിക്ക് ഭയങ്കര ബോറടിയായിരുന്നു. കളിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ ഇവിടെ നിന്ന് അങ്ങനെ ആരും പുറത്തുനിന്നൊന്നും കളിക്കുന്നുണ്ടായിരുന്നില്ല. നല്ല വെയിലായിരിക്കും പുറത്തുണ്ടാവുക. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ കുറയൊന്നുമില്ല കേട്ടോ. ഒരു 7 മണി 7:30 വരെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ പോയതുകൊണ്ട് തന്നെ ഇത് കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറേ ആൾക്കാരും, കുറേയില്ല, ഒരു 4-5 ആൾക്കാരുണ്ട്. അതിൽ 2-3 ആൾക്കാർ യുവകുട്ടീൻ്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്നതാണ്. യുവകുട്ടീൻ്റെ ക്ലാസ്സിലുള്ള ഒരാളും കൂടിയുണ്ട് കേട്ടോ. യുവകുട്ടീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഒരാളും കൂടിയുണ്ട്. പിന്നെ ഇതേ ഇങ്ങനെ നടക്കലാണ് വൈകുന്നേരം ആകുമ്പോൾ. കുറേ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടാവും. എന്താ കളിക്കുന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നല്ല രസമാണ് ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ പണ്ട് കളിക്കാൻ പോകുന്ന പോലെ തോന്നും. ഇവക്കുട്ടി ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നമുക്കും പോകാൻ തോന്നും കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ഇവക്കുട്ടിക്ക് പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാനേ പറ്റില്ല, എങ്ങനെയെങ്കിലും വേഗം പുറത്ത് പോകണം എന്നായിരിക്കും. ഇപ്പോൾ ഇതിങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. പിന്നെ ഇത് മാത്രമല്ലേ അവർ പുറത്തിറങ്ങുന്നുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ എല്ലാ ടൈമും വീട്ടിലല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ വിടാറുണ്ട് കേട്ടോ കുട്ടികൾ വന്ന് വിളിക്കുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.